കേട്ടോ. എന്നാലും പിന്നെ ഞാനൊരു ജോലി തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞ്. പിന്നെ ഇന്നത്തെ സംസാര വിഷയം എന്താ വെച്ചാൽ, ഒരു വീഡിയോ കണ്ടതിനെ കുറിച്ച് തന്നെ കേട്ടോ. നമ്മുടെ ഷാജി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടക കൊടുത്തിട്ട് കുറേ കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്കൊരു വീട് വേണം, ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, എല്ലാവരും എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ മക്കളെയും കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടത്, ആ വീഡിയോ ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ പറയാൻ വന്നത് വേറെ കാര്യമാണ്. അപ്പോൾ ഷാജിദ വീഡിയോ ഇട്ടിരുന്ന അതിനെ റിയാക്ട് വീഡിയോ ഇട്ട് വേറൊരാൾ. അപ്പോൾ ആളെന്താ പറഞ്ഞെച്ചെങ്കിൽ, അവളെ സഹായിക്കരുത്, അവൾ സഹായിച്ചാൽ ലാസ്റ്റ് മുണ്ട് പൊക്കി കാണിക്കും, പിന്നെ അങ്ങനെയുള്ള അവൾ തെറി വിളിക്കും, അവൾ വഴക്ക് പറയും, അവൾക്കൊരു രൂപ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വീഡിയോ ഇട്ടിക്കണ്. വീഡിയോ ഇട്ടിക്കണു. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആൾ മുസ്ലിമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ആ മുസ്ലിമായ ഒരാൾക്ക് എത്തിമക്കൾ അന്നം മുടക്കിയാൽ എന്താണ് അതിൻ്റെ ശിക്ഷ എന്നുള്ളത് അറിയില്ലേ? ആട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് ആളോട്. ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ ഇടയ്ക്ക് സമയമില്ല. പിന്നെ അതേപോലെ എന്തെങ്കിലും പോസ്റ്റുകൾ പോയി നോക്കിയിട്ട് അത് കാണാനുള്ള വീഡിയോകളൊക്കെ പോയി കാണാനുള്ള സമയവും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനൊക്കെ ഇത്ര ദിവസം വൈകിയതും. നമുക്ക് വീഡിയോ ഇടാണ്ടിരുന്നത്. എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയാലല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ. ഇപ്പം ഇതിപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടുപോയതാണത്. വേറൊരു വിഷയം നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഷാജിനെ ഒരു സഹായിക്കരുത്, അവളും പിന്നെ അവളെ സഹായിച്ചാൽ അവൾ ലാസ്റ്റ് മുണ്ട് പൊക്കി കാണിക്കും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ പറയണ, ഈ ഒരു മുസ്ലിമാണ് ആ വീഡിയോ ഇട്ടിക്കണെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ മുസ്ലിമായ ഒരാൾക്ക് അറിയില്ലേ ഈ എത്തിമക്കളിൽ അന്നം മുടക്കിയാൽ എന്താണ് ശിക്ഷ എന്ന്? അവന് ആവറ്റുള്ള അന്നം മുടക്കിയാൽ അവർക്ക് ഇവിടെ തന്നെ സ്വർഗം കിട്ടും, ദുന്യാവും തന്നെ സ്വർഗം കിട്ടുന്നതാണോ അവൻ്റെ വിചാരം? ചിലപ്പോൾ ഉണ്ടാവും അവൻ്റെ പിന്നെ എന്താ പറയുക, അവൻ്റെ ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ ഓരോരുത്തരുടെ ഈമാൻ. അപ്പോൾ അവനങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇത്രയെങ്കിലും ബോധമുണ്ടെങ്കിൽ ഈ 5 മക്കളെയും കൊണ്ട് ഒരു 30 വയസ്സായ പെണ്ണ് ജീവിക്കുമ്പോൾ അതിൻ്റെ അവളെ പറ്റി മാത്രം ഒന്ന് ചിന്തിച്ചാൽ നമുക്കൊരു തലയില്ല, ഒരു തല കിട്ടുന്നില്ല. ചിലപ്പോൾ നമുക്കൊരു എൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഒരു ഡിപ്രഷൻ പോലൊക്കെ വരും. അവളുടെ അടുത്തൊക്കെ ഓടിപ്പോവാനൊക്കെ തോന്നും. പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ അവറ്റകൾക്ക് സഹായിക്കാനായിട്ട് ഒരു രൂപ എടുത്ത് കൊടുക്കാൻ കഴിവില്ലാത്ത ആളായിപ്പോയി ഞാൻ. അപ്പം അതുകൊണ്ടും ഒക്കെ വിചാരിക്കും, മക്കൾക്ക് 3 നേരം ഫുഡ് കൊടുക്കണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടേ കുട്ടികൾക്ക്, അവർക്ക് എണ്ണയും സോപ്പും വേണ്ടേ, ഒരു സർക്കാർ സ്കൂളിലെങ്കിലും പറഞ്ഞയച്ച് പഠിപ്പിക്കാനും വേണം, എന്തെങ്കിലുമൊക്കെ കുറച്ച് ചില്ലറ കാശൊക്കെ വേണം കയ്യിലല്ലേ. അവൾ എന്ത് ചെയ്യും? അപ്പോൾ അവൾക്കൊരു വാടക കൊടുത്ത് നിൽക്കാൻ കഴിവില്ല എന്ന് 5 മക്കളെയും കൊണ്ട് വന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ പറയൽ? പിന്നെ കൊടുക്കരുത് മുണ്ട്. അവൾ മുണ്ട് പൊക്കിയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടാവും, അതൊന്നും ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. അവൾ മുണ്ട് പൊക്കിയിട്ടും ഹാലിളകിയിട്ടും ഭദ്രകാളി തുള്ളണ പോലെ തുള്ളിയിട്ടും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ അവൾ പരസ്യമായിട്ടാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഉണ്ട്. അതൊന്നും അവളെ സഹായിച്ച ആൾക്കാരോടല്ല, മനസ്സിലാവുന്നുണ്ട്? അയാൾ പറഞ്ഞു സഹായിച്ചോ, എന്നിട്ട് അവൾ ലാസ്റ്റ് മുണ്ട് പൊക്കി കാണിക്കുന്നു. പിന്നെ അവളെ സഹായിച്ച ആൾക്കാരോടല്ല അവൾ മുണ്ട് പൊക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. പിന്നെ അവൾ ഹാലിളകിയിട്ടും വയലൻ്റായിട്ടും ഭദ്രകാളി തുള്ളണ പോലെ തുള്ളിയിട്ടും തെറി പറഞ്ഞിട്ടും വാവിട്ട് നിലവിളിച്ചിട്ടും ഒക്കെ അവൾ പല വീഡിയോ ഇട്ടിട്ടുണ്ടാവും. ഒക്കെ നമ്മൾ പരസ്യമായിട്ടുണ്ടാവും, അവളൊന്നും സ്വകാര്യമായിട്ടല്ല, എല്ലാം പരസ്യമായിട്ടുണ്ടല്ലോ, പബ്ലിക്കായിട്ടുള്ള അവൾ വന്നിട്ട് പറഞ്ഞിരുന്നൊക്കെ. അതൊന്നും അവളെ സഹായിച്ച ആൾക്കാരോടല്ല, മനസ്സിലുണ്ട്? അവളെ മനസ്സിലാക്കാതെ, ഇപ്പം ഇയാൾ പറഞ്ഞ പോലെ അവളെ മനസ്സിലാക്കാതെ അവളെ ഇട്ട് ഇറിറ്റേഷൻ ആക്കിച്ചിട്ട് അവളെ വിഷമങ്ങൾ അറിയാതെ അവളെ അനാവശ്യം പറയാനും അവൾ ചെയ്യണതൊക്കെ കുറ്റമായിട്ട് കണ്ടുപിടിക്കാനും ഒക്കെ ചെന്നിട്ട് അവളെ കൂടുതൽ കുറ്റപ്പെടുത്തി ശല്യം ചെയ്യുകയും അവളെ വഴക്കുണ്ടാക്കി അവളെ വീട് കയറി തല്ലുകയും ഒക്കെ ചെയ്ത ആൾക്കാരോടാണ് അവൾ തെറി പറഞ്ഞിട്ടുള്ളൂ.
അവൾ മുണ്ടുപൊക്കി കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ അവളെ സഹായിച്ചിട്ടുള്ള ഒരു പിന്നെ ഭർത്താവില്ലാത്ത 5 മക്കളുടെ ഉമ്മയാണ്. അവൾ ചെറുപ്പമാണ്, അവൾ ചെറിയ കുട്ടിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവളെ കൂടെ നിന്ന് അവൾക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുത്ത ആൾക്കാരോടല്ല ആ മുണ്ടുപൊക്കി കാണിക്കലൊന്നും ഉണ്ടായിക്കണം. ഞാൻ ഈ മുണ്ടുപൊക്കി കാണിക്കുമെന്ന് പറഞ്ഞ ആളോടാട്ടോ ഞാൻ പറയണത്. അപ്പോൾ അതിന് അവൾ മുണ്ടുപൊക്കി കാണിച്ചതിനെയും അല്ലെങ്കിൽ അവൾ തെറി പറഞ്ഞതിൻ്റെയും അതും ഈ സഹായിച്ച ആൾക്കാരും തമ്മിലൊരു ബന്ധമില്ല. ഇപ്പോൾ നീ പറയണ്ടല്ലോ കൊടുക്കരുത് അവൾക്ക്, അവൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ മുണ്ടുപൊക്കി കാണിക്കുന്നൊക്കെ. അതെങ്ങനെയാണോ പറയാനെന്ന് ആവ് പൊന്തുക. 5 മക്കളില്ലേ അവിടെ, കുഞ്ഞു മക്കളില്ലേ, ഒന്നിനാവാത്ത കുട്ടികൾ. ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ പോകണമെങ്കിലും 10-25 വയസ്സാവണ്ടായി ഇപ്പോൾ ഈ കാലത്ത്. പണ്ട് 10 വയസ്സിലും 12 വയസ്സിലൊക്കെ വല്ലവരും അടുക്കളയിൽ പുറത്ത് കൊണ്ടാക്കാമായിരുന്നു. പെൺകുട്ടികളാണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ വല്ല ഹോട്ടലിലും പാത്രം കഴുകാൻ കൊണ്ടാക്കാമായിരുന്നു. ഇന്നത്തെ ഒരു കാലത്ത് ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ കൊണ്ടാക്കണമെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചെന്തെങ്കിലും ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വടക്കേപ്പുറത്ത് പോയിട്ട്, അതായത് ഒരു ഹോട്ടലിൻ്റെ വടക്കേപ്പുറത്ത് പാത്രം കഴുകാനെങ്കിലും ഒന്ന് പറ്റുള്ളൂ. അവൾ ഈ 15-14 വയസ്സായ മക്കളെ എവിടേക്ക് അവൾ വിടും? അതുകൊണ്ട് ഏത് ദുഷ്ടത്തികളായാലും ക്രൂരത ആയാലും ഒരാളുടെ അന്നം മുടക്കിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് തിന്നരുത്. പ്രത്യേകിച്ച് ഈ എത്തിമക്കളുടെ അനാഥരായ മക്കൾ ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടവരാവും, ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാവും, അങ്ങനത്തെ മക്കളുണ്ടാവും. അതേപോലെ മരിച്ചുപോയ മക്കളുണ്ടാവും. ഒന്നിനും പ്രാപ്തിയില്ലാത്ത പെണ്ണുങ്ങൾ ആ മക്കളെയും കൊണ്ട് ജീവിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള വേദനകൾ വിഷമങ്ങളൊന്നും ചിലപ്പോൾ ഒന്നും അതൊക്കെ പറഞ്ഞത് നമുക്ക് മനസ്സിലാവണമെന്നൊന്നും ഇല്ലത് മനസ്സിലായി. അങ്ങനത്തെ ആൾക്കാരുടെ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് മാതിരിയുള്ള വർത്തമാനങ്ങൾ അവൾക്ക് കൊടുക്കരുത്. അവൾ മുണ്ടുപൊക്കി കാണിക്കുന്നാണ് പറയണത്. അങ്ങനത്തെ വീഡിയോ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് ചോറ് വെച്ചിട്ട് എൻ്റെ മക്കൾക്ക് തിന്നാൻ അരി വാങ്ങിയിട്ട് എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തുകൂടാട്ടോ. അത് കുറച്ച് കടുപ്പാണ്. പിന്നെ എത്തിമക്കളിനെ ദ്രോഹിച്ചാൽ പിന്നെ ദുന്യാവിൽ തന്നെ സ്വർഗം കിട്ടുന്നില്ല. അത് എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മേടിച്ചോ, എന്നാൽ ഈ വീഡിയോ ഇട്ടോ, കുഴപ്പമില്ല. ഞങ്ങളൊന്നും പഠിച്ചത് അങ്ങനെയല്ല. എത്തിമക്കളെ അവരെ രക്ഷിച്ചാലാണ് നാളെ മാഷറയിൽ നിന്ന് സ്വർഗം കിട്ടുള്ളൂ. അല്ലാണ്ട് ദുന്യാവെന്ന് അവരെ ദ്രോഹിച്ചിട്ട് അനാഥായവരെയും നിർധനരായ സ്ത്രീകളുടെയും ഒക്കെ അനാവശ്യം പറഞ്ഞിട്ടും കുറ്റം പറഞ്ഞിട്ടും വീഡിയോ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കി തിന്നിട്ട് സ്വർഗം കിട്ടാനും പോണില്ല. എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് ഗുണം ചെയ്യാനും പോണില്ല. മനസ്സിലാവണ്ട. അവൾ ഗതി കെട്ടിട്ടാണ് അവൾ ഇറക്കുന്ന ഒരാളുടെ വീട്ടുപടിക്ക് ചെന്നിട്ട് എന്നെന്ന് പോയി കൈനീട്ടി വാങ്ങുന്ന ഒരവസ്ഥ വരെ എത്തിയിട്ടാണ് അവൾ ആ മക്കളെയും കൊണ്ട് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവൾ അതങ്ങോട്ട് എടുത്തിട്ട് നേരെ ഇതിട്ടിട്ട് അങ്ങോട്ട് വലിയ വീരവാദം മുഴക്കിയിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് തിന്നാൻ നോക്കല്ലേ. അത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ആരെല്ലാം വഴിയെ വന്നോളും. നീയായിട്ട് ഒരു തുടക്കം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറേ ആൾക്കാർ അവളങ്ങനെ അവളുടെ കാര്യങ്ങൾ തന്നെ ചകഞ്ഞ് നോക്കിയിട്ട് അവൾ എന്ത് ചെയ്യണം, എന്ത് പറയണം, അങ്ങനെ ആക്കണം, അവൾക്ക് എന്തൊക്കെ കൊടുക്കണം, അവൾക്ക് ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തടയാനും അങ്ങനെ ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ അവരൊക്കെ ഇനി വരും, പിന്നാലെ വരും. ചിലപ്പോൾ അവളിട്ട വീഡിയോ കാണാഞ്ഞിട്ടോ, ഇതിപ്പോൾ ഈ ഇട്ട വീഡിയോ മാത്രം, ഒരാളിട്ട വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ അവളിട്ട വീഡിയോ ആരും കാണാഞ്ഞിട്ടാവും. ചിലപ്പോൾ ഈ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, വേറെ എന്തെങ്കിലും തിരക്കിലാവും അവർ. അപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ വരും. അപ്പോൾ അവർക്കും കൂടിയിട്ടുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഈ സംസാരം കേട്ടോ. അവരെങ്ങനെയും ജീവിച്ചോട്ടെ, അവർക്ക് ആരെങ്കിലും കൊടുത്തോട്ടെ. പിന്നെ അവൾ മുണ്ടുപൊക്കി കാണിച്ചതും അവൾ ഹാലിളകിയതും അവൾ തല്ലുണ്ടാക്കിയതൊന്നും അവളെ സഹായിച്ച ആൾക്കാരോടല്ല, അവളെ ദ്രോഹിച്ച ആൾക്കാരോടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ സംസാര വിഷയം. അപ്പോൾ ഓക്കെ, ബായ്.